ഹായ് ഹലോ എന്നൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സുതിയാണ്. കുറേ കാലമായിട്ട് അവർ തന്നെയാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുസുതിക്ക് സുഖമല്ലാണ്ടായതോടുകൂടി ഞങ്ങളൊക്കെ ഓർത്തിനൊന്ന് അടങ്ങുമെന്ന്. എന്നിരുന്നാൽ കൂടി ഇപ്പോഴും പ്രശ്നത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കണ്ടു നോക്കട്ടോ. നമുക്ക് വീഡിയോയിലെ ഉള്ളിലേക്ക് പോവാം. അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം രേണു, ഒരാളുടെ ഇഷ്ടത്തെ എങ്ങനെയാണ് മറ്റൊരാൾ പിടിച്ചു നിർത്തുക? അത് മകനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരാളുടെ ഇഷ്ടത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നുള്ള രീതിക്കായിരിക്കും കിച്ചു അല്ലാണ്ട് സമ്മതം മൂളിയത്. എങ്ങനെയും ജീവിക്കട്ടെ എന്നുള്ള രീതിക്കായിരിക്കും കിച്ചു സമ്മതം മൂളിയത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് എത്ര പേരുണ്ട്? എന്തായാലും യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചുകൂടായിരുന്നു? എങ്ങനത്തെ സബ്സ്ക്രിപ്ഷനാണ് തുടങ്ങിയതെന്നൊന്ന് രേണു തന്നെ എടുത്തു നോക്ക്. പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, ലക്ഷക്കണക്കിന് കിട്ടുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടി നാളെ ആ ചെറിയ മോൻ ഋതപ്പൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കല്ലേ പ്രശ്നം? അതല്ലേ കിച്ചു ചൂണ്ടിക്കാണിച്ചത്? അതിത്ര വലിയ തെറ്റായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മാനം വിറ്റ് ഒരിക്കലും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിനെക്കാട്ടിലും ഭേദം നമ്മൾ മരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കുഞ്ഞു നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. Galaxy A57 and A30. രേണു, റീച്ചിന് വേണ്ടിയിട്ട് കുടുംബപരമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോണിലൂടെയാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയല്ല. ഇതൊന്നും പബ്ലിക്കിലല്ല പറയേണ്ടത്. നിങ്ങൾ പ്രൈവറ്റായിട്ട് പറയുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ പിന്നെ പറയുന്നുണ്ട്, ഋതപ്പനെക്കാട്ടിൽ കൂടുതലായിട്ട് കിച്ചുവിനെയാണ് സ്നേഹിച്ചതെന്ന് പറയുന്നുണ്ട്. ഏത് വകയിലാണ്? ആ മോൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഫുള്ളും കണ്ട ആളാണ്. അതിലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരും മിണ്ടാനില്ലാണ്ട് ഒരു റൂമിൻ്റെ അകത്തിരുന്നിട്ട് അത് മാനസിക രോഗിയായിപ്പോയി, മദ്യം അങ്ങനത്തെ മയക്കുമരുന്ന് അങ്ങനത്തെ അടിമയായിപ്പോയി, കഞ്ചാവ് അടിമയായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിം മാത്രം കളിച്ച് അതെത്രയോ അതിൻ്റെ ഉള്ളിലുള്ള സങ്കടം അതിന് പറയാൻ കഴിയുന്നില്ല. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടാണ് പറയുന്നത്. നീ എന്തുദ്ദേശിച്ചിട്ടാണ് ആ മോനെ ഇനിയും ക്രൂശിക്കുന്നത്? എന്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ ഭാഗത്തിൽ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ രേണുവിനോട് യോജിക്കുന്നുണ്ട്. ഋതപ്പൻ ഒരു ചെറിയ അനിയനാണ്. അത് കിച്ചുവിൻ്റെ ഏക അനിയനാണ്. കിച്ചുവിൻ്റെ അച്ഛനിൽ ഉണ്ടായ ഒരു മോനാണ്. അവനെ നോക്കേണ്ടത് ഋതപ്പൻ്റെ കടമയാണ്. അമ്മയ്ക്ക് ഈ സിറ്റുവേഷനിൽ അത്ര അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വന്നിട്ട് കിച്ചു ചെറിയ മോനെ നോക്കണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഇപ്പോൾ രേണു പെട്ടെന്ന് തന്നെ റിക്കവറി ആയി നല്ല രീതിക്ക് ക്യാൻസറൊക്കെ മാറി നമ്മുടെ മുന്നിൽ പഴയ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് കുറ്റം പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ തന്നെ ഇട്ട് തന്ന കാര്യങ്ങളായിട്ടാണ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഏറ്റെടുക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും.